നമസ്കാരം. മോളിവുഡിനെ അന്യം നിന്ന പല കോടി ക്ലബ്ബുകളും ഇന്ന് മലയാള സിനിമ അവരുടെ കയ്യിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൂട്ടത്തിലേക്ക് വരാനിരിക്കുന്ന സിനിമകളിലൊന്നാണ് മമ്മൂക്കയുടെ ടെർബോ. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈയൊരു ആക്ഷൻ കോമഡി ചിത്രത്തിൽ തിരക്കഥ കൈകാര്യം ചെയ്യുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ്. നിലവിൽ മലയാള സിനിമയിൽ ബോക്സ് ഓഫീസിൽ ഹിറ്റടിച്ചിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടെ അല്ലാത്ത ചിത്രങ്ങളാണ്. ആ ഒരു കൂട്ടത്തിലേക്കാണ് മമ്മൂക്കയുടെ ടെർബോ എത്താൻ പോകുന്നത്. എല്ലാം ഒത്തുവന്നാൽ നിലവിലെ ഒരു സാഹചര്യം വെച്ച് 100 കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ് എല്ലാവരും ടെർബോ എന്ന സിനിമയെ കണക്കാക്കപ്പെടുന്നത്. ഈ വരുന്ന ജൂൺ 13-ാം തീയതിയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. മമ്മൂക്കയുടേതായി അവസാനമിറങ്ങിയ 10 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് ഭീഷ്മപർവമാണ്. ഏകദേശം 88 കോടിക്കടുത്താണ് ചിത്രം നേടിയത്. അവസാനമിറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 60 കോടിയും നേടുകയും ചെയ്തു. മെഗാസ്റ്റാർ മമ്മൂക്കയും തെന്നിന്ത്യൻ സൂപ്പർ താരം ജ്യോതികയും കേന്ദ്ര കഥാപാത്രമായി എത്തിയ ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ ദിഗോർ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 15 കോടി രൂപയാണ് നേടിയത്. കൂടാതെ ചില യഥാർത്ഥ അനുഭവങ്ങളെ ആസ്പദമാക്കി റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് എന്ന കുറ്റാന്വേഷണ ചിത്രം ഏകദേശം 85 കോടി രൂപയോളമാണ് തിയേറ്റർ കളക്ഷനിലൂടെ നേടിയത്. മമ്മൂക്കയുടെ ക്രിസ്റ്റഫർ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 11 കോടി 25 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ 10 കോടി 2 ലക്ഷം രൂപയും റോഷക് എന്ന സിനിമ 39 കോടി 5 ലക്ഷം രൂപയും സ്വന്തമാക്കി. CBI സീരീസുകളുടെ 5ാം ഭാഗമായ CBI 5 ദ ബ്രെയിൻ എന്ന സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 36 കോടി 5 ലക്ഷം രൂപയും സ്വന്തമാക്കി. രാഷ്ട്രീയ പശ്ചാത്തലത്തിലെത്തിയ 1 എന്ന സിനിമ 15 കോടി 5 ലക്ഷം രൂപയും ഹൊറർ ബേസിലെത്തിയ ദ പ്രീസ്റ്റ് എന്ന സിനിമ 28 കോടി 45 ലക്ഷം രൂപയും സ്വന്തമാക്കി. എന്നാൽ ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ടെർബോ എന്ന സിനിമയെ ഈ സിനിമകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ചിത്രത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോ ജൂൺ 13-ാം തീയതി കഴിയുമ്പോൾ തന്നെ മികച്ചൊരു പ്രതികരണം ചിത്രത്തിന് നേടാൻ സാധിച്ച മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് ടെർബോ എന്ന സിനിമ പോകുമെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. അതുകൂടാതെ ചിത്രത്തിന് വേണ്ടി മികച്ചൊരു റിലീസാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കേരളത്തിനു പുറത്തും ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ എന്ന സിനിമ അടുത്ത മലയാളത്തിൽ നിന്നുള്ള 100 കോടി ചിത്രമായി മാറാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.